ചേട്ടന് അയലോക്കത്തായിരുന്നു, ചെറുപ്പം തൊട്ടേ കാണുന്നുണ്ടായിരുന്നു, അതോ വന്നു താമസിച്ചാണോ? ഇല്ല, ഞാൻ ഓൾറെഡി, അതായത് ഇപ്പോൾ ഈ ഉളിയൂരുന്ന സ്ഥലത്തായിരുന്നു വറീസറിൻ്റെ തറവാട്. വറീസറിൻ ജോലിക്ക് പോകാനുള്ള സൗകര്യവും ഒക്കെ ആയിട്ട് കല്യാണത്തിന് ശേഷം ഞങ്ങൾ ഈ ഇപ്പുറത്തെ കരയിലേക്ക് താമസം മാറി. എൻ്റെ വീടിൻ്റെ അടുത്തേക്കൊക്കെ താമസം മാറി. ഞാനൊക്കെ അന്ന് വളരെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ റോട്ടിലൂടെ പോകുമ്പോൾ ഇങ്ങനെ വളരെ ആരാധനയോടെ കണ്ടു നിൽക്കുന്ന ഒരാൾ വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കനാലുണ്ട്. ഈ കനാലിലേക്കാണ് കുളിക്കാൻ പോകുമ്പോൾ വറീസറിന് ആ കനാൽ വഴിയാണ് നടന്നു പോകുന്നത്. അപ്പം ഞങ്ങൾ ഈ ഒരു ഇന്ന് സിനിമാക്കാരെ കാണുന്ന പോലെ തന്നെ വലിയൊരു ആരാധനയോടെ കടന്നു പോകുന്ന വ്യക്തിയാണ് വറീസറിനെ കണ്ടത്. അങ്ങനെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് യുവജനോത്സവ വേദികളിലൊക്കെ മിമിക്രി, മോണാക്ട് ഒക്കെ ചെയ്യാനുള്ള താല്പര്യമുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 8ാം ക്ലാസ് ഒക്കെ സാഹചര്യമാകുന്ന സമയത്ത് അന്ന് ഓഡിയോ കാസറ്റൊക്കെ ഒരുപാട് പബ്ലിസിറ്റി ഉണ്ട്. അപ്പോൾ ഓഡിയോ കാസറ്റുകളൊക്കെ സ്വന്തം നമ്മുടെ വീട്ടിലില്ലെങ്കിലും ഏതെങ്കിലും ഓഡിയോ കാസറ്റ് കടയിൽ അത് ഇട്ടിട്ട് പ്ലേ ചെയ്യുമ്പോൾ അവിടെ പോയി നിന്ന് കേൾക്കും. ഒരാളൊന്നുമല്ലോ, പണ്ട് ഇങ്ങനെ കാസറ്റോട്ട് വാത് കേട്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ, കുറേ പേര് കൂടി നിന്നൊക്കെ കേൾക്കണത്. ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ ഞാൻ സ്കൂളിൽ ചെയ്തുകൊണ്ടിരുന്ന 1-2 മിമിക്രികളൊക്കെ എടാ ഇത് ഇങ്ങനെ 1-2 സാധനങ്ങൾ ചെയ്താലേ ജനം ശ്രദ്ധിക്കുള്ളൂ എന്ന് മനസ്സിലായി. നമ്മൾ സ്ഥിരം ചെയ്യുന്ന കുറച്ച് സാധനങ്ങളല്ലാതെ ഇങ്ങനെ ചെയ്താലും ജനം ശ്രദ്ധിക്കുക. അങ്ങനെ ഞാൻ ഒരിക്കൽ റിസറിൻ്റെ വീട്ടിൽ ചേട്ടനാ ചെയ്ത വലിക്കാരൻ ചാക്കോ അല്ലേ ആ ഒരു നാടകത്തിനല്ലേ അതിന് അത് എനിക്ക് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു മേഡം നിനക്ക് പറഞ്ഞു തരാൻ കുഴപ്പമൊന്നുമില്ല, കാരണം വറീസറിൻ്റെ സ്വന്തമായിട്ട് സാധനമാണത്. എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിൽ ആ സംഭവം വറീസറിനെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം, നീ എഴുതിയെടുത്തോന്ന് പറഞ്ഞു. അതൊരു 3-4 തവണ പറഞ്ഞു തന്നിട്ടും എനിക്ക് എഴുതിയെടുക്കാൻ പറ്റിയില്ല. പകുതി വെച്ച് എഴുതുമ്പോഴേക്കും പറഞ്ഞു വേണ്ട ഏട്ടാ മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിൽ കണ്ടതാ ഇത് എന്തായാലും വറീസറിൻ്റെ ഇത് കോപ്പി ചെയ്ത് എനിക്ക് പറ്റില്ല. കാരണം ആ ഒരു സംഭവം പറയാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇന്നും വറീസറിനല്ലാതെ ആരും പറയാൻ പറ്റില്ല. ഞാൻ ചിന്തിരിക്കുമ്പോൾ ടീപ്പോയിൽ ഞാൻ പേപ്പർ വയ്ക്കും, ഓപ്പോസിറ്റ് കസേരയും വരുന്നുണ്ട്, പുള്ളി അങ്ങോട്ട് തുടങ്ങും കർത്താവണെന്നിലേക്ക് മരിച്ചോണ്ടിരിക്കില്ല എറിയില്ല തരം കോടാ വന്നിട്ട് കിടി പതിരിപ്പെടാൻ മൂക്കലും പിറക്കള കർത്താവ് പുല്ലിരിക്കേണ്ട കട്ടോണ് എന്നാൽ 1 കിലോ കപ്പ് ഓടിക്കേണ്ട പാടാൻ എനിക്കറിയാം. അതും കാട് കൊണ്ടുവന്നില്ല അരിമനെ പച്ചക്കറി തിന്നെയാണ്. അതിൽ എൻ്റെ ചൂണ്ടി ഞാൻ വീട്ടിലെ കട്ടോണ് അതും കൂടി കൊണ്ടുവന്നില്ല അരിമനെ പച്ചക്കറി തിന്നെയാണ്. എന്നാൽ ആവതമില്ലാത്ത അപ്പൻ്റെ മക്കളാണ് ആരുടെ എന്ന് പറഞ്ഞ് പുള്ളിയോട് വെള്ളം പോലെ പറയുമ്പോൾ ഞാൻ സ്വപ്നം പോലെ കേട്ട് നിൽക്കാനേ പറ്റിയിട്ടുള്ളൂ. അപ്പം അന്ന് എനിക്ക് മനസ്സിലായി ഇതൊന്നും കോപ്പി ചെയ്യാൻ പറ്റില്ല. അതൊക്കെ വറീസേരൻ എന്നൊരു കലാകാരൻ്റെ, വറീസേരൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രതിഭയുടെ ഒരു സ്വന്തമായിട്ടുള്ളൊരു സംഭവമാണ്. മോള് പിന്നീട് ഒരു പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ തുടങ്ങി പ്യാലി എന്ന് പറഞ്ഞ പടം ചെയ്തു, അതിന് കുറെ അംഗീകാരങ്ങൾ കിട്ടി. ആ കുട്ടിക്ക് ചൈൽഡ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് കിട്ടി. പിന്നെ എനിക്ക് അങ്ങനെ ഓൾ ഇന്ത്യ ബേസിലെ കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. NF പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു? ഇല്ല, പ്രൊഡക്ഷൻസ് എന്നാണ് അതിന്റെ പേര്. നല്ല ക്ലീൻ സിനിമയായിരുന്നു. പക്ഷെ ആ സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നതാണ് കേട്ടോ, സസ്പെൻസ് ഇല്ലാതെ പോയി. പിന്നെ ഇതൊന്നുമില്ല, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പറ്റിയ മസാലയൊന്നും അതിലധികം ഉണ്ടായില്ല. അല്ല ഞാൻ ചോദിച്ചോട്ടെ, അപ്പം ഈ ഞാൻ വിളിക്കുമ്പോഴേക്കേ ഞാൻ ഇവിടെ ഒന്ന് എന്താ ചെയ്യണ്ടേ പറയട്ടെ എന്നൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ച ചേച്ചി ഭയങ്കര റിവ്യൂ ഒക്കെ പറയുന്ന സിനിമയുടെ എന്താ പ്രശ്നം തന്നെ. അപ്പൊ നിങ്ങള് സിനിമയെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുമായിരുന്നോ വീട്ടിൽ? വന്ന എല്ലാം എന്നോട് പറയും എങ്ങനെ അഭിനയിച്ചു. അപ്പൊ ഈ മുസ്ലിം ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പുള്ളിയുടെ ചുണ്ടിച്ചിരി ഇങ്ങോട്ട് പോരും. അപ്പൊ ഞാൻ പറയാം അത്ര വേണ്ടെന്ന്, അതെന്നെ അഭിനയിച്ച് കാണിക്കും. ഇപ്പോൾ ഒരു സിനിമ കാണുമ്പോഴേ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. എന്താന്ന് വെച്ചാൽ ഇതൊരു 10 പ്രാവശ്യം എൻ്റെ അടുത്ത് അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട്. ആ കഥ മുഴുവൻ പറയും, വന്ന് കഥയൊക്കെ പറഞ്ഞ് അഭിനയം പറഞ്ഞ് അത് ആ ട്രോളി ഷോട്ടാണ് മറ്റേ ഷോട്ട്. ഞാൻ പറയും ഞാൻ സിനിമ കാണിട്ടെ, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ എന്ന്. പിള്ളേരോട് അധികം പറയില്ലായിരുന്നു, പിള്ളേർ പഠിക്കണം എന്നുള്ളതായിരുന്നു. ഭയങ്കര ഡിസിപ്ലിനായിരുന്നു വീട്ടിൽ. അവർക്ക് പേടിയാണ്. ഞാൻ പറയും പുള്ളിയുടെ കാറിൻ്റെ ഒച്ച കേൾക്കുമ്പോഴേക്ക് ഈ പൂച്ച എലി ഓടിക്കണ പോലെയാണ് എല്ലാം കൂടെ കിടന്നതെന്ന് വെച്ചാൽ യൂണിഫോം മാറിയിട്ടുണ്ടാവില്ല, ചോറ്റുപാത്രം വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അടി കിട്ടും, ചൂരിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം തന്നെ അടി കൊടുക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല ഡിസിപ്ലിനിലാണ് പിള്ളേരെ വളർത്തിയത്.